എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് അയച്ചിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ പാക്കറ്റിൽ വരുന്നത് വേണമെങ്കിൽ വാങ്ങാം. അതല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരല്പം എന്താ പറയുക, കുരുമുളകോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയായിട്ടുള്ള സ്പൈസ് എന്തെങ്കിലും ചേർത്തായിരിക്കും. പിന്നെ അതിനകത്തുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് ലെമണോ റോസ്മേരിയോ അല്ലെന്നുണ്ടെങ്കിൽ തൈമൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ശരിക്കും റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ബട്ടറൊക്കെ തേച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ സ്പൈസി ഒന്നും ചേർക്കുന്നില്ല അവർ. ശരിക്കും അങ്ങനെ ചെയ്തതിന് ശേഷം ഗ്രേവി എന്ന് പറയുന്നത് ഒരു ഗ്രാനുൾസ് കിട്ടും. അതിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കുക. ആ ഗ്രേവിയിലാണ് ചിക്കൻ റോസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ചിക്കൻ റോസ്റ്റാണ്. പക്ഷേ നമുക്കത് അവൈലബിൾ ആണോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ളവർക്കും ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്ന ചിക്കൻ റോസ്റ്റിൽ വ്യത്യസ്തമായിട്ട് മസാലകളൊക്കെ ചേർത്തിട്ട് വെജിറ്റബിളിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് പേര് ഫോളോവേഴ്സ് ആണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിലും റിക്വസ്റ്റ് അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ രുചികരമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. പെട്ടെന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ റോസ്റ്റ് ഡിന്നറിനായിട്ട് ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മസാല എന്താണെന്ന് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് പുരട്ടി നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതിന് വേണ്ട വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ബേബി പൊട്ടാറ്റോ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പൊട്ടാറ്റോ ഒരു 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചാലും മതിയാകും. ലെമൺ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ലെമണിന്റെ പകുതി വേണം. പിന്നെ പാഴ്സ്നിപ്സ് എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. ക്യാരറ്റ്സ് ഉണ്ട്. ക്യാരറ്റ്സും അതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് തൈമാണ്. തൈമ് ഞാൻ ഫുള്ളായിട്ടുള്ള തൈമാണ് ഇടുന്നത്. പിന്നെ പ്രധാനപ്പെട്ട് വേണ്ടത് ഒലിവ് ഓയിലും ബട്ടറും വേണം. ഒലിവ് ഓയിൽ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ എടുക്കുക. പിന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ മസാല എന്താണ്, ഞാനിപ്പോൾ ഈ ചിക്കനിൽ പുരട്ടി വെച്ചിരിക്കുന്ന മസാല എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സ്പൂണ് പെപ്പരിക്ക പൗഡറാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പെപ്പരിക്ക ഉള്ളത് കൊണ്ട് അങ്ങനെ എടുത്തതേ ഉള്ളൂ. ജിഞ്ചർ ഗാർലിക് പൊടി പൗഡറാണ്, അത് 1 സ്പൂണ്. പിന്നെ വേണ്ടത് കുരുമുളക് തരിയായിട്ട് പൊടിച്ചതാണ്. അതിപ്പോൾ ഒരു സ്പൂണ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നിലും നമ്മളിതിൽ സ്പൈസി അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പെപ്പറിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ വെജിറ്റബിളിന് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ്, അതിപ്പോൾ 1 സ്പൂണാണെങ്കിൽ കുഴപ്പമില്ല. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ബട്ടർ ഉരുക്കിയത് വേണമെങ്കിൽ അതൊഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. ഒലിവ് ഓയിൽ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ ഡയറക്റ്റായിട്ട് ചേർത്താലും മതിയാകട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ ചേർത്തിട്ട് വെജിറ്റബിൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും വെജിറ്റബിളിൽ ചേർത്തിട്ട് വെക്കാറുണ്ട്. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ചേർത്ത് വെക്കാറുണ്ട്. അപ്പം നമ്മൾ അതുപോലെ ഞാൻ പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ് നേരത്തെ കണ്ടത്. നമുക്കിതിലേക്ക് ഒരല്പം തൈമും കൂടെ ചേർത്ത് കൊടുക്കാവേ. തൈമ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡയറക്റ്റായിട്ട് വെജിറ്റബിളിൽ ചേർത്താലും മതിയാകും. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വെജിറ്റബിൾ ആദ്യം മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. എത്രത്തോളം വേണമെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് നല്ല ജ്യൂസി ആയിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ നമ്മുടെ വെജിറ്റബിൾ ഇരിക്കും. അത് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കി ഇരിക്കുന്ന മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വെജിറ്റബിൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മസാലേൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ വെജിറ്റബിൾ എല്ലാം മാരിനേറ്റ് ചെയ്തെടുത്തു. ഇനി ഞാനിതിലേക്ക് ഒരല്പം സവാള, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സവാളയുടെ ഒരു പകുതി സ്ലൈസ് എടുത്ത് കട്ട് ചെയ്തതാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. റോസ്റ്റ് ഡിന്നറിൽ ഈ സവാള ചേർക്കുന്ന കുറവാണ്. എങ്കിലും ഞാൻ ചേർത്തപ്പോൾ എനിക്കതിൻ്റെ ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾ റെഡിയായി, അതുപോലെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കുക കേട്ടോ. അതുപോലെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഞാൻ നിങ്ങൾക്കായിട്ട് നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂറേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ചിക്കനും അതുപോലെ വെജിറ്റബിൾ എല്ലാം മാറ്റുകയാണ്. ഇപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് വെച്ചു.
അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നമ്മുടെ വെജിറ്റബിൾ നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് നമുക്ക് ട്രെയിൽ സ്ഥലമുണ്ടോ അവിടെയൊക്കെ നമുക്ക് വെജിറ്റബിൾ വയ്ക്കാം. പക്ഷേ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെജിറ്റബിൾ നന്നായിട്ട് റോസ്റ്റായി കിട്ടണം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിരത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് അല്പം ഒലിവ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതിയാകും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ അല്ല അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കി ചേർത്താലും മതിയാകും. ഇപ്പോൾ ഞാൻ ചിക്കനിൽ നമ്മുടെ ഒലിവ് ഓയിൽ തേച്ചതിന് ശേഷം ചിക്കനിലും വെജിറ്റബിളിലും ഒക്കെ ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ വെജിറ്റബിൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റിയാൽ മതിയാകും. ഓവൻ എന്ന് പറയുന്നത് 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 45 to 50 മിനിറ്റ്സ് 45 തൊട്ട് 50 മിനിറ്റ് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ബേക്കിംഗ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചിക്കനിൽ ഒരുപാട് ചിക്കൻ റോസ്റ്റും ആയി പോകരുത്, എന്നാൽ അകമൊന്നും വേകാതെ ഇരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ഓവനിലാണ് കണക്കാണ് ഞാൻ പറയുന്നത്. 170 ഡിഗ്രി ഷെസിൽ 45 to 50 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം. നമ്മുടെ രുചികരമായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടോല്ലേ, ഇതേ രീതിയിലൊന്ന് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ, എങ്കിലും നോട്ടിഫിക്കേഷൻ ആ സമയത്ത് കിട്ടുകയുള്ളൂ. വീണ്ടും മനോഹരമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.